നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോയതാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ സിന്ധു വന്നപ്പോൾ തൊട്ട് നമ്മൾ വിചാരിക്കുന്നു നമുക്കൊരു ദിവസം പുറത്ത് പോയി ഗ്രില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ ഓരോ ദിവസം ഓരോ വീക്കിലെ ലീവിന് വേറെ പല പല കാര്യങ്ങൾ എൻഗേജ്ഡായി. അങ്ങനെ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത്. അപ്പം നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, ഓക്കെ നമുക്ക് സ്നേഹയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമുക്ക് എന്നാൽ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ജാനുവരി 4 ജാനുവരി 5 നാളെയാണ് സ്നേഹയുടെ ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിട്ട് സ്നേഹയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പാർക്കിൽ വന്നു. നല്ല തണുപ്പാണ്. അനീഷ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും മാറാതെ തന്നെ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയിട്ട് ഏത് നിമിഷവും ജോലിക്ക് പോകേണ്ടി വന്നാൽ പോകാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ അങ്ങനെ ഇരുന്നതാണ്. നമ്മൾ പോരുന്നതിന് മുമ്പ് ചായയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര തണുപ്പ്. ചാക്കോച്ചന് പിന്നെ തണുപ്പൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് പിന്നെ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ലാത്തത് കൊണ്ട് എന്നാൽ അമ്മയും കൂടെ വന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 5:30 ഒക്കെയോളം ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ സമയം ഫോട്ടോ എടുത്തും ഇങ്ങനെ കറങ്ങി നടന്നുമൊക്കെ സമയം കളയാമെന്ന് വിചാരിച്ചു. നമ്മൾ പോരുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ചാർക്കോൾ വാങ്ങിച്ചു. പിന്നെ നമുക്കിങ്ങനെ ചെമ്മീനൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിക്കുണ്ടല്ലോ, അതും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ഇങ്ങോട്ട്. ഞങ്ങൾ പറഞ്ഞു എങ്കിൽ നമുക്ക് മെല്ലെ തീയൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അപ്പോഴത്തേക്കിനും അമ്മ വരുമല്ലോ. അല്ലെങ്കിൽ അമ്മ വന്ന് ഈ കനലൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജെല്ലാണ് നമ്മൾ വാങ്ങിച്ചത്. ചാർക്കോളിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണ്. ഇതൊരു ശകലം മതി. പിന്നെ നമ്മൾ കുറേ സമയം എടുക്കുമല്ലോ ഇതൊന്ന് കനലൊന്നായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സ്നേഹയാണ് നമ്മുടെ എന്നത്തെ ഇര. പതിവ് പോലെ തന്നെ സ്നേഹയാണ് ഇന്ന് നമ്മുടെ ഇര. അങ്ങനെ സ്നേഹ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രോളിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടത്. അപ്പം നമ്മുടെ കുട്ടിക്കാല ഓർമ്മ വന്നു. ഫ്ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വീടിൻ്റെ വെളിയിലിറങ്ങി നോക്കുമായിരുന്നല്ലോ. അതുപോലെ ഫ്ലൈറ്റ് താണു പോകുന്ന കണ്ടു കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ അതുകൂടെ ഒന്ന് വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്നേഹ തിരിച്ച് ട്രോളുവാണ്. ഫോർമൽ ഡ്രസ്സിൽ വന്നിട്ട് ബാർബിക്ക് നാളെ കണ്ടിട്ടുണ്ടോ? വിളിച്ചാൽ ഏത് നിമിഷവും പോകണം. അല്ല, എത്ര മണി വരെ? 6 മണിക്കുള്ളിൽ അല്ലേ? 5 മണിക്കുള്ളിൽ കോള് വന്നാൽ പോകണം. അതുകൊണ്ടാണ് അതിനുള്ളിൽ വിളിച്ച് കോള് വന്നാൽ പോകണം. അതുകൊണ്ടാണ് ഇത് മാറാതെ വന്നത്. ഇത്രയും ദൂരമായിട്ടാണോ ബീച്ചിനെ? അടുത്തോട്ട് വന്ന് ബീച്ച് അപ്പോൾ തീയൊക്കെ ഏകദേശം പിടിച്ചപ്പോഴത്തേക്കിന് നമ്മൾ കനലൊക്കെ ഒന്നായി വന്നപ്പോഴത്തേക്കിന് നമ്മളെല്ലാം ചിക്കനെല്ലാം പറക്കി ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കാനെ കൊണ്ട് തുടങ്ങി. ഇത് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനും പിന്നെ നമ്മൾ കൊണ്ടുവന്നത് ചെമ്മീനും കൂടെ ആയിരുന്നു. അപ്പം അത് ഇങ്ങനെ കോർത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചിക്കനാണ് വെക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാം.
ചൂടിനകത്ത് ഇച്ചിരി മാറിയപ്പോ ഒരു തണുപ്പ്. അതെ, ചൂടിനകത്ത് ഇങ്ങോട്ട് മാറിയപ്പോ സവാള എപ്പോഴും. അപ്പം നമ്മുടെ സ്നേഹയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സ്നേഹ. പാർക്കിൽ വന്നിരുന്ന് ബാർബിക്യൂ ഉണ്ടാക്കുന്നത്. സ്നേഹയുടെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുവാണ്. സെലിബ്രേറ്റ് ചെയ്യുവാണ് നമ്മൾ ഗൈസ്, സെലിബ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.